ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിനോയിയാണ് അറസ്റ്റിലായത്. പൂജപ്പുര പോലീസാണ് ബിനോയിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. മകളുടെ മരണത്തിൽ നെടുമങ്ങാട് സ്വദേശിയായ മറ്റൊരു ഇൻഫ്ലുവൻസറെ സംശയമുണ്ടെന്ന് പിതാവ് ആരോപിച്ചിരുന്നു. മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്താണ് മരണകാരണം എന്നത് പുറത്തുവരണം. നെടുമങ്ങാട് സ്വദേശിയായ ഇൻഫ്ലുവൻസറുടെ പങ്ക് അന്വേഷിക്കണം. ഇയാൾ വീട്ടിൽ മുൻപ് സ്ഥിരമായി വരാറുണ്ടായിരുന്നു. 2 മാസമായി ഇയാൾ വീട്ടിൽ വരുന്നില്ല. ഇവനാണ് ഉത്തരവാദിയെന്ന് ഞങ്ങൾ സംശയിക്കുന്നതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം സൈബർ ആക്രമണമാണെന്ന നിലയ്ക്കായിരുന്നു കേസിൽ പോലീസ് അന്വേഷണം. എന്നാൽ വീട്ടുകാർ നൽകിയ പരാതിയും മൊഴിയും കേസിൽ നിർണായകമായി മാറുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ സജീവമായ മറ്റൊരു യുവാവുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചതിന് പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ആക്രമണം എന്നായിരുന്നു സുഹൃത്തുക്കൾ അടക്കമുള്ളവരുടെ ആരോപണം. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും കാര്യമായി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച പെൺകുട്ടി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു മരണം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം പെൺകുട്ടി സൈബർ ആക്രമണത്തിന് ഇരയായതായി കുടുംബം പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം. വിദ്യാർത്ഥിനി +2 പരീക്ഷയിൽ തോറ്റതിൽ മനോവിഷമത്തിലായിരുന്നുവെന്നും വിവരമുണ്ട്. ഇക്കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. മാതാപിതാക്കളും സഹോദരനും സന്തോഷവാന്മാരായിരിക്കണം എന്നു മാത്രമാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ 18-കാരി ആത്മഹത്യക്ക് ശ്രമിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരണത്തിന് കീഴടങ്ങുന്നത്. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് ആൺസുഹൃത്ത് മൊഴി നൽകിയത്. പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതെന്നും യുവാവ് പോലീസിന്റെ മുമ്പാകെ വ്യക്തമാക്കി. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്ന പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. ആൺസുഹൃത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നീട് പോസ്റ്റ് ചെയ്യുന്ന ഓരോ കമന്റിനും കണ്ടന്റിനും വ്യാപകമായ വിമർശനമാണ് കുട്ടി നേരിടേണ്ടി വന്നത്. ആത്മഹത്യക്ക് പിന്നിൽ ഇയാളാണോ എന്നറിയാനായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ. പ്രൊസീജിയർ നിയമത്തിലെ 174 വകുപ്പിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. നെടുമങ്ങാട് ഉഴമലക്കൽ സ്വദേശിയുമായി മകൾ പ്രണയത്തിലായിരുന്നുവെന്ന് അച്ഛൻ മൊഴി നൽകിയെന്ന തരത്തിലാണ് FIR. സ്നേഹത്തെക്കുറിച്ച് വീട്ടിലും പെൺകുട്ടി പറഞ്ഞു. എന്നാൽ യുവാവിൻ്റെ വീട്ടുകാരുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു. അതിനിടെ 2 മാസം മുൻപ് യുവാവുമായി പെൺകുട്ടി പിണക്കം തുടങ്ങി. ഫോണിൽ വിളിക്കാതെയും കാണാതെയും പെൺകുട്ടിക്ക് വിഷാദമുണ്ടായി എന്നും FIRൽ പറയുന്നുണ്ട്. ഇതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയും നടത്തിയെന്ന് FIRലുണ്ട്. പെട്ടെന്നുണ്ടായ ഏതോ മാനസിക പ്രയാസത്തിലാകാം കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് FIRൽ പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.